ഗൈസ്, ടുഡേ ഈസ് ദ ഡേ. ഞാനും വർഷയും കൂടെ റോഡ് ട്രിപ്പിലൂടെ ഗൈസ് ഡൽഹിയിൽ നിന്ന് അങ്ങ് ഋഷികേശ് വരെ വണ്ടി ഓടിക്കാൻ പോവുകയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇന്ന് രാവിലെ ഇറങ്ങി താഴെ ചെന്ന് നമ്മൾ ഇന്നലെ ബുക്ക് ചെയ്ത കാറ് നോക്കിയപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒക്കെ അണഞ്ഞു പോയി ഗൈസ്. ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാറ് കാണിച്ചു തന്നുകൊണ്ട് ബാക്കി തുടങ്ങാം. പോവാം വർഷേ. കണ്ടില്ലല്ലോ കാറ്. നമുക്ക് താഴോട്ട് പോവാം സുഹൃത്തുക്കളെ. കാർ ബുക്ക് ചെയ്ത എമൗണ്ടും ഞാൻ നിങ്ങൾക്ക് താഴെ എത്തിയിട്ട് പറഞ്ഞില്ല. ആദ്യം ഇവിടെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യട്ടെ. 12 മണിയെ ഇറ്റ്സ് ചെക്കൗട്ട് ടൈം. ഹോട്ടലിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങണത് നമ്മൾ മുകളിലോട്ടാണ് ഗൈസ്. ഇത് ഭയങ്കര രസമുള്ള പരിപാടിയാണ് കേട്ടോ. എന്തേണ്ട നിങ്ങൾ മേളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇന്റർവ്യൂവിന് കുറേ പിള്ളേർ വന്നിപ്പോണ്ട്. നിങ്ങൾക്ക് റാഡിസൺ ബ്ലൂവിൽ കയറാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പം നമ്മൾ അവിടെയാണ്. അപ്പം നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് താഴെ പോയി ചെക്കൗട്ട് ചെയ്യട്ടെ. പിന്നെ നമ്മൾ രാവിലെ ആദ്യം 8 മണിക്ക് വണ്ടി എടുക്കാൻ നോക്കിയത്, പക്ഷെ അന്നേരം ഒരു വാഹ പുറത്ത് കാണാൻ വയ്യ. അത്രയ്ക്ക് വലിയ ഫോഗോ സ്മോഗോ എന്തോ ആയിരുന്നു. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ 11 മണിക്ക് നമ്മൾ വണ്ടി എടുത്തത്. കണ്ട ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് ആ ബിൽഡിംഗ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ നമുക്ക് ഈ ഗേറ്റ് വരെ പോലും കാണാൻ പറ്റണമായിരുന്നു. അത്ര ഫോഗായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ, കാരണം ഇത്രയും സ്മോഗിൽ വണ്ടി ഓടിച്ച് നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ 11 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചത്. അങ്ങനെ 11 മണിക്ക് വണ്ടി എത്തി. ഞാൻ താഴെ പോയി നോക്കിയപ്പോഴത്തേക്കും ഗൈസ്, നമ്മൾ റബ്ബ് എന്ന് പറഞ്ഞൊരു ആപ്പിൽ നിന്നാണ് ഈ സംഭവം ബുക്ക് ചെയ്യുന്നത്. ഒന്ന് സൂം കാർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ടായിരുന്നു. സൂം കാറിനകത്ത് കാറുകളൊന്നും ഈ ഏരിയയിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ റബ്ബ് എന്ന് പറഞ്ഞ് വേറെ ആപ്പിൽ കയറി. അപ്പോൾ ടാറ്റ ടിയാഗോ എന്ന് പറഞ്ഞൊരു വണ്ടി, അതിലെ ഫോട്ടോയൊക്കെ കാണുമായിരുന്നു. എന്ത് കണ്ണുപോലത്തെ വണ്ടിയായിരുന്നു അറിയാവോ. ആ വണ്ടി നമ്മൾ ബുക്ക് ചെയ്ത് ഗൈസ്. അപ്പോൾ ബുക്ക് ചെയ്തപ്പം റേറ്റ് ഒരല്പം കൂടുതലാണ്. അതായത് നമുക്ക് 2 ദിവസവും 12 മണിക്കൂറത്തേക്കും 16,000 ചില്ലുവാന രൂപയാണ് ആയത്. ഞങ്ങൾക്ക് കിട്ടിയ വണ്ടി ഇതാണ് ഗൈസ്. ഇതാണ് താക്കോല്. നോക്കണേ ഗൈസ്, ഒന്ന് അവർ വാഷ് ചെയ്തിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞ്. അപ്പം ഇത് ഫുള്ള് കാഷ്ടം. ഞാൻ വാഷ് ചെയ്ത് ഇത് തന്ന ഹോസിൻ്റെ അടുത്ത് മെസ്സേജ് ചോദിച്ചു വാഷ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു വാഷ് ചെയ്തു സാർ, ഇന്ന് മോർണിംഗ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അത് ഫോഗ് കാരണമാണെന്ന്. ഫോഗ് കാരണം എങ്ങനെയാണ് സുഹൃത്തുക്കളെ കാഷ്ടം വരുന്നത് വണ്ടിയിൽ? എന്നിട്ട് കുറച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ പെണ്ണ് പറഞ്ഞ അവള് ഈ വാഷിങ്ങിന്റെ റീഇംബേഴ്സ്മെന്റ് തരാമെന്ന്. പക്ഷെ വണ്ടി വന്നപ്പോഴത്തേക്കും ഇവിടെ ഇളവി ഇരിക്കുകയാണ്. ഞാൻ അപ്പം തന്നെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്ത്. ഇവിടെ ചപ്പാത്തി ആയിരിക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ഡോറിന് നോബില്ല. നീ അൺലോക്ക് ചെയ്തേടാ. തുറക്കും. തുറന്നു കഴിഞ്ഞാൽ അകത്തും അവർ വാഷൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ബാക്ക് വരുമ്പോഴത്തേക്ക് അതിമനോഹരമായ ബാക്ക് സൈഡ് നിങ്ങൾക്ക് കാണാം. എനിക്ക് തോന്നുന്നു ആരോ ട്രിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടിട്ടതാണെന്ന് തോന്നുന്നു. 16,000 രൂപയ്ക്ക് ഉണ്ടോ ഇത്? ഇല്ല ഗൈസ്. ഇത് കൊണ്ടു തന്ന പയ്യൻ ഒരു ഡ്രൈവറാണ് കേട്ടോ. അവൻ്റെ അടുത്ത് ചോദിച്ചു സാർ എത്രയായി സാർ? അപ്പം ഞാൻ പറഞ്ഞു 16,000. 16 എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു 1,600 രൂപയാണോ എന്ന്. ഞാൻ പറഞ്ഞു അല്ല 16,000 രൂപയത്. അപ്പോൾ അവൻ പറഞ്ഞു സാർ ഇത് 8,000 കൂടുതൽ ഒരു വഴിയും ഇല്ലാന്ന്. അയ്യോ വേണ്ട. പിന്നെ അവിടെ ഇവിടെയൊക്കെ തട്ടിയൊക്കെ ഇരിപ്പുണ്ട് ഗൈസ്. അപ്പൊ ഐശ്വര്യമായിട്ട് നാനിയാ അവിടെ വെച്ചുപോടാ വണ്ടിന്ന്. അല്ലെങ്കിലേ വണ്ടിയിൽ വൃത്തിയില്ല. അതിനിടെ കൂടെ ഈച്ചയും കൂടെ കയറിയിരിക്കണോ? അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ സിറ്റുവേഷൻ. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഇത് ആപ്പ് ആയതുകൊണ്ട് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ് യഷിക എന്ന് പറഞ്ഞിട്ടുള്ള ഏതോ പെണ്ണാണ് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അവളുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ഇതാണ് സാർ റേറ്റ്, ഇതാണ് വണ്ടി എന്നും പറഞ്ഞിട്ട് അവൾ വണ്ടി അടിച്ചുകൊണ്ടിരിക്കണം. പിന്നെ എനിക്ക് ക്യാൻസൽ ചെയ്യാൻ വയ്യ. കാരണം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഷോർട്ട് ടൈമിൽ നമുക്ക് വണ്ടി കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പം എന്തായാലും നനഞ്ഞ് കുളിച്ച് കയറാമെന്ന്. പക്ഷേ ഗൈസ് ഇത് 2.5 ദിവസം 2 മണിക്കൂർ 12 മണിക്കൂറിനത്തേക്ക് 16,000 ചില്ലുവാനും രൂപയ്ക്ക് ഇല്ല. ഇത് ഞങ്ങൾ ഡൽഹിക്കാർ വീണ്ടും വലിപ്പിച്ചതാണ്. പറ്റിച്ചൊന്നും പറയാൻ പറ്റൂലടാ, വലിപ്പിച്ചു എന്ന്. കാരണം പെട്രോൾ നമ്മൾ തന്നെ അടിക്കണം. അപ്പോൾ ഇതാണ് ഗൈസ് കാർത്തിക് സൂര്യയും വർഷയും ദെറാദൂൺ, അത് കഴിഞ്ഞ് ഋഷികേശ് വരെ പോകാൻ പോകുന്ന വണ്ടി. എങ്ങനെയുണ്ട് വർഷ വണ്ടി? നന്നായിട്ടുണ്ട് അല്ലേ? അതുകൊണ്ടല്ല പൈസക്ക് സത്യം ഗൈസ്. ഈ പൈസ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്രഷ് കണ്ടീഷനിലെ വണ്ടി എന്നിരുന്നാൽ എനിക്ക് പിന്നെ ഇത്രയും വിഷമം വരില്ലായിരുന്നു. അപ്പോൾ പക്ഷെ ഓട്ടോമാറ്റിക്കാണ്, ഞങ്ങൾക്ക് 2 പേർക്കും ഓടിക്കാം. ഇപ്പം 37,000 ചില്ലുവാനും കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. 37,000 കിലോമീറ്റർ ഓടിയപ്പോൾ ആരുടെ ഇതിന് ഈ അവസ്ഥയാക്കിയത്? ഇതൊക്കെ ഫോട്ടോ എടുത്ത് ഞാൻ അയച്ചു കൊടുത്തു. അതെ. പിന്നെ ഇവിടെ ഇതൊക്കെ കുറച്ച് ഇളവ് ലൂസായിട്ടൊക്കെ ഇരിക്കുകയാണ്. വണ്ടി സൂക്ഷിക്കാത്ത ആൾക്കാരിൽ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അല്ലേ?
കാരണം നമ്മുടെ ഏഞ്ചല് കഴുകിയെങ്കിലും തരായിരുന്നു. നമ്മുടെ ഏഞ്ചൽ ഇപ്പോൾ 1,00,000 ചില്ലുവാനും കിലോമീറ്റർ ഓടി കേസ്. അതിപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, റെന്റഡ് വണ്ടിക്ക് നമ്മൾ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കാനും പാടില്ല. അപ്പോൾ വണ്ടി കിട്ടിയിരിക്കുന്ന സുഹൃത്തുക്കളെ, ഇനി റോഡ് ട്രിപ്പ് തുടങ്ങാം. നീ കയറിക്ക വണ്ടിക്കകത്ത്, ബാഗ് വെച്ചോടാ അവിടെ. നീ എന്ത് ചെയ്യണ്ടി? എനിക്ക് ഇത് ഫുള്ള് പൊടി, എനിക്ക് പറ്റണില്ല. അത്രയും മതി. കണ്ടോ? അത് കാണൂടാ. അത് പിന്നെ നമ്മൾ കൈ കൊണ്ട് പിടിക്കണ്ടേ അവിടെ, എന്നിട്ട് അതെടുത്ത് മുഖത്തൊക്കെ വെച്ച് പോവാം. വൃത്തിമതി. എന്റെ അച്ഛൻ ഇത് കണ്ട് ഒരുപാട് സന്തോഷിക്കും. അവിടേക്ക് നീ പിടിക്കാൻ പോണ? അതെ, എനിക്കിപ്പോ ഇവിടേക്ക് ഒന്ന് പിടിക്കാനൊക്കെ തോന്നും. ഓക്കെ, ആർ യു റെഡി ഫോർ ദ റോഡ് ട്രിപ്പ്? തുടച്ചോണ്ടിരിക്കണം അവള്. സുഹൃത്തുക്കളെ, നമുക്ക് ചലിക്കാം ഇനി നേരെ ഋഷികേശിലേക്ക്. ആൻഡ് അവർ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട്സ് ഹിയർ. ഇപ്പോൾ മണി 12:30. നമ്മൾ ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ ഡൽഹിയിൽ നിന്ന്. ലെറ്റ്സ് ഗോ. ഭഗവാനെ, ഓക്കെ, മാപ്പ് ഇട്ടോടാ ഗൈസ്. ഇതിൽ നമുക്ക് മാപ്പ് നോക്കാൻ ഈ സെറ്റപ്പ് ഇല്ല, അതുകൊണ്ട് നമ്മൾ ഫോണിൽ തന്നെ മാപ്പ് നോക്കും. വയറ് കൊടുക്കാൻ ഒരു സ്ലോട്ട് തന്നിട്ടുണ്ട്, അപ്പം അത് നമുക്ക് ഒരു വയറ് റെഡിയാക്കാം. ഋഷികേശിട് നീ. അപ്പം ആദ്യം ഒരു പെട്രോൾ പമ്പ് ഇട്, നേരെ ഒരു പെട്രോൾ പമ്പിലോട്ട് പോവാം. ഗൈസ്, നമ്മൾ താണ്ട് ഡൽഹിയിലെ സ്ട്രീറ്റുകളിലൂടെ കാർ ഓടിക്കുന്നു. എനിക്ക് ഒരൊറ്റ ഇതേ ഉള്ളു, ഏഞ്ചൽ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു കംഫർട്ട് ഉണ്ട്, നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഏഞ്ചലിനെ എന്തായാലും ഇങ്ങ് കൊണ്ടുവരാൻ ഒരു നിർവാഹം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തൽക്കാലം ഈ ടാറ്റ ടിയാഗോയിൽ പറക്കും. പക്ഷെ നല്ല ഫോഗ് ഉണ്ട് കേട്ടോ. ഫോഗ് അല്ല ഗൈസ്, ഇത് ആക്ച്വലി സ്മോഗ് ആണ്. ഇത് നിങ്ങൾ മഞ്ഞാണെന്ന് തെറ്റിദ്ധരിക്കരുത്, മൂടൽ മഞ്ഞാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇത് പക്ക പൊല്യൂട്ടഡ് എയർ ആണ്. അപ്പോൾ പൊല്യൂട്ടഡ് എയർ ഒക്കെ ശ്വസിച്ച് നമുക്കിനി ഫ്രഷ് എയറിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇനി വണ്ടി ഓട്ടിക്കട്ട് കുറച്ച് ദൂരം എത്തിയിട്ട് ഞങ്ങൾ വരാം. എന്റെ പൊന്നടാവേ, ആ കൊച്ചിരിക്കണ നോക്കിയാണ് എന്റെ പൊന്നച്ച. അല്ല, ഐ മീൻ ആ കൊച്ചിന്റെ അച്ഛ. നിങ്ങള് അയ്യോ, എനിക്ക് പേടിയാണ് ആ കൊച്ചിരിക്കണ നോക്കിയാണ്. അത് ഹെൽമെറ്റും ഇല്ല, അത് തിരിഞ്ഞു കാണിരിക്കണത്. അത് ഒരു ഗട്ടർ ഇറങ്ങണത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലായിരിക്കും. ഹലോ, ടാറ്റ കാണിച്ചു നോക്കിയാലോ. ഹലോ, അവൻ പറയണേ എന്റെ എങ്ങനെയെങ്കിലും തിരിച്ചെടുത്ത് കാലമാടാന്ന്. കൊച്ചിന്റെ ഫ്രണ്ടിൽ കൂടെ എന്തോന്ന് പോച്ച കൊണ്ടുപോടാ. വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് ഡൽഹി തെരുവോരങ്ങളിൽ കാണാൻ കിട്ടുന്നത്. പോച്ചയുടെ സൈഡിൽ ഇപ്പൊ കാർഡ്ബോർഡ് വന്നു. കൊച്ചി ഇതൊക്കെ നോക്കി അന്തം വിട്ടിരിക്കുകയാണ്. ഒരു പോലീസുകാരൻ മാമൻ റോഡ് ക്രോസ് ചെയ്യുന്നു. കൊച്ചി ഇതൊക്കെ കാണാൻ വേണ്ടി കൊച്ചി കയറിയിരുന്നതായിരിക്കും എന്തായാലും. അയ്യോ, ആ പയ്യനെ ഒന്ന് നേരെ പിടിച്ചെടുത്തു. കുറച്ചധികം കറങ്ങി തിരിഞ്ഞ് ഗൈസ് നമ്മൾ ഡൽഹിക്ക് അകത്ത് കിടന്നത്. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മള് ഹൈവേയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എക്സിറ്റ് നജഫ്ഗർ, ചണ്ഡീഗഡ് അങ്ങോട്ട്, ഹിസാർ അങ്ങോട്ട്. ഓക്കെ, ഇതിലോട്ട് കയറട്ടാടാ, NH-ലോട്ട് കയറട്ടാ. പെട്രോൾ പമ്പ് നോക്കിക്കോട്ടെ ഗൈസ്. നമ്മുടെ പെട്രോൾ വളരെയധികം കുറവാണ്, എന്നാൽ നമുക്കിവിടെ പെട്രോൾ പമ്പും കാണാനില്ല. കംപ്ലീറ്റ് CNG. നല്ലതാണ് ഒരു വിധത്തിൽ നോക്കുകയാണെങ്കിൽ, പൊല്യൂഷനെ കൺട്രോൾ ചെയ്ത്. CNG വണ്ടി ഇത്രയും ഉണ്ടായിട്ട് ഇവിടെ പൊല്യൂഷൻ നിങ്ങൾ ആലോചിച്ച് വെക്കണം. അപ്പോൾ CNG കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ. അപ്പോൾ നമ്മളൊരു പെട്രോൾ പമ്പ് കണ്ടുപിടിക്കണം, അതാണ് നമ്മൾ ആദ്യ ദൗത്യം. കാരണം ഈ വണ്ടി ഏത് നിമിഷം വേണമെങ്കിലും നിൽക്കാം. ഓൺ ദ വേയിൽ നോക്കിയാണ് കേസ് എന്തോ ഒരു വണ്ടി ഇടിച്ച് മറിഞ്ഞ് വലിയൊരു ആക്സിഡന്റ് ആണെന്ന് തോന്നുന്നു കേട്ടാ. പക്ഷെ വ്യസന സമേതം ഞാൻ ആ സത്യം മനസ്സിലാക്കുന്ന സുഹൃത്തുക്കളെ, ചിലപ്പോ CNG പമ്പുകളിൽ പെട്രോൾ കിട്ടാനും സാധ്യത ഉണ്ടെന്ന് ChatGPT-യിൽ ചോദിച്ചപ്പോൾ മനസ്സിലായി. പക്ഷെ നമ്മളിപ്പോ ഹൈവേയിൽ കയറിയത് കാരണം ഇപ്പോ ലോങ് സ്ട്രെച്ച് ഓഫ് റോഡ് മാത്രമേ ഉള്ളൂ, പമ്പുകളൊന്നും കാണാനില്ല. ഇന്നത് തുടക്കം നമുക്ക് അത്ര നല്ലതല്ല കേട്ടോ. വണ്ടിക്ക് പണി കിട്ടി, നമുക്ക് പമ്പ് കിട്ടുന്നില്ല. ഐ മീൻ വണ്ടിക്ക് പണിയെന്നല്ല, വണ്ടി എടുത്തതിൽ പണി കിട്ടി. നല്ലതായിരിക്കും പറഞ്ഞപ്പോഴേ ഞാൻ എന്തൊരു നാക്കെടുത്ത് വളർന്നു. ഇന്നലെ ഞാൻ എന്റെ വ്ളോഗിന്റെ എൻഡിങ് പറഞ്ഞേ ഉള്ളൂ, എനിക്ക് എന്തോ തോന്നുന്നു നാളെ നല്ലതായിരിക്കും. ഫ്ലാഷ് കട്ട് ഇന്ന് രാവിലെ. ഓക്കെ, ഞങ്ങളൊരു പെട്രോൾ പമ്പ് കണ്ടുപിടിക്കട്ടെ ഗൈസ്. അല്ല ഇനി വണ്ടി വഴിയിൽ നിന്ന് പോവേണേ, ഞങ്ങൾ അപ്പം വരാം ഗൈസ്. നമ്മുടെ അവിടെ മറ്റേ തിരുവനന്തപുരം മുതൽ അങ്ങറ്റം വരെ ഹൈവേ പണിഞ്ഞുകൊണ്ട് നടക്കുന്നില്ലേ, അത് പണി തീർന്നു കഴിഞ്ഞാൽ ഏകദേശം ഇതേ കണക്ക് കിടക്കും കേട്ടാ. ഒരു എത്ര രസം ഗൈസ് വണ്ടി ഓടിക്കാൻ. പെട്രോൾ പമ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. ഇനി 24 കിലോമീറ്റർ നമ്മൾ പോയാലേ പെട്രോൾ പമ്പ് കിട്ടുള്ളൂ. പക്ഷെ അത്രയും ദൂരം ഈ വണ്ടി പോവോന്നുള്ളതാണ്. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ഗൈസ്, ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. പക്ഷെ റോഡ് കിട്ടില്ല, ഒന്നും പറയാനില്ല, ഭയങ്കര രസമല്ല ഇവിടെ ഓടിക്കാൻ. ഇനി നമ്മൾ മലയോര പ്രദേശങ്ങളിലോട്ട് എത്തുമ്പോഴേ ഡിഫിക്കൽട്ട് ആവണം. പക്ഷെ ഇവിടെയൊക്കെ സ്വർഗം ഗൈസ്, സ്വർഗം ഗൈസ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രം നമ്മൾ ഒരു പെട്രോൾ പമ്പിൽ എത്തി. എനിക്കറിഞ്ഞൂടെ ഗൈസ് ഇത് എങ്ങനെ ഇങ്ങ് എത്തി നമ്മള്.
എന്റെ ദൈവമേ, പെട്രോൾ കാണണേ. അല്ല, പെട്രോൾ കാണും, പെട്രോൾ പമ്പ് എത്തിയല്ലോ എന്ന് പറഞ്ഞാൽ ഗൈസ് എംടി ഫ്യൂവലിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരുന്നത്. ഇതെന്താ അവിടെ ഇത്ര ലൈന്? അതെന്താ ലൈന്? നമ്മുടെ പെട്രോൾ എവിടെയാണ് ഇതിന്റെ സൈഡില്? ഗൈസ് ഞങ്ങളൊന്ന് പെട്രോൾ അടിക്കട്ടെ എന്നിട്ട് വരാം. ഗൈസ് നമ്മുടെ പ്രാർത്ഥന ഏറ്റില്ല, ഇവിടെ UPI എടുക്കൂലെന്ന്. എന്റെ പൊന്നമ്മച്ചി എന്തിനടി പറഞ്ഞ? സർവീസ് റോഡ് തന്നെ പോയി. ഒരു പമ്പ് കൂടെ ഉണ്ട്. നേരത്തെ നമ്മൾ വന്നപ്പോ കണ്ടില്ലേ ഒരു കഷ്ടപ്പെട്ടു ഇതെടുക്കാത്ത. ഞാൻ അടുത്ത പമ്പിലോട്ടൊന്ന് പോയി നോക്കട്ടെ, അവിടെയെങ്കിലും കാണണം. ഇവിടെ പുറത്തിറങ്ങുമ്പോ നീ പുക കണ്ട കുറച്ചേരം ഇവിടെ പോയി കണ്ണൊരുമാതിരി ആവണല്ലേ, ഒരു കുത്തലുണ്ട്. ഗൈസ് അതിന്റെ തൊട്ടിപ്പുറത്ത് വേറൊരു പമ്പുണ്ട്. ഈശ്വര, ഇവിടെ ഒരു UPIയുടെ ഒരു സുനാപ്പി ഇരിക്കുന്നുണ്ട്. ഭയ്യ ഫുൾ ടാങ്കർ തോക്കെ? ആ പെട്രോൾ ഫുൾ കണ്ണം വരണില്ലല്ലോ, ഞാൻ തുറന്നു വെച്ചിട്ട് എന്ത് ചെയ്യാൻ. ഇവിടെ പെട്രോളിന് 94 രൂപ 77 പൈസ പെർ ലിറ്റർ ആണ് കേട്ടോ. ഇവിടെ നിന്ന് പെട്രോൾ അടിച്ചതിന് ശേഷം പുതിയ ഡ്രൈവറാണ് സുഹൃത്തുക്കളെ വണ്ടി ഏറ്റെടുക്കാൻ പോകുന്നത്. റെഡിയാണോ താങ്കൾ ഈ ദൗത്യത്തിന്? ഗൈസ് ശരിക്കും ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ഹൈവേയിൽ വണ്ടി തള്ളിക്കൊണ്ട് പോകണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. അതുകൊണ്ടുണ്ടായിരുന്ന തീർന്ന് നമ്മുടെ ഇന്നത്തെ കംപ്ലീറ്റ് മൈൻഡ് സെറ്റ് ഔട്ടായാണ്. ഇപ്പം നമുക്ക് കുറച്ച് ചെറിയൊരു ഗ്ലിമർ ഓഫ് ഹോപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് സാധനം വാങ്ങിക്കാനായിട്ട് വരണ വഴിക്ക് നിർത്തുന്ന കടകളൊന്നുമില്ല, എക്സിറ്റുകൾ. ഓഫ് ടു എ ബാഡ് സ്റ്റാർട്ട്, ബട്ട് എൻഡിങ് നമ്മുടെ മനസ്സിൽ നമ്മുടെ ബഞ്ചി ജമ്പിങ്. നീ എന്തിനു കാണിക്കണത്? എന്റെ കൊച്ചിന്റെ OCD പുറത്ത് ചാടിയോന്നൊരു സംശയം. പക്ഷെ നീ ഒന്നും ഓർക്കണം, നമ്മൾ എന്തിനാണ് പോണത്? അതുകൊണ്ട് നമ്മൾ എന്ത് വില സഹിച്ചു അങ്ങ് എത്തണം. ഓക്കെ അടിക്കട്ടെ. ഫുൾ ടാങ്കിന് എത്ര ആവുമോ എന്തോ. ഗൈസ് എത്ര അടിച്ച്? 25 ലിറ്റർ 2410 രൂപ പെട്രോൾ അടിച്ച് കഴിഞ്ഞ്. ഗൈസ് വർഷം നീ റെഡിയാണോ? തൊട്ട് എഴുതിട്ടൊക്കെ എടുത്തോ. മച്ചകത്തമ്മയേക്കാൾ തൊട്ടു വന്നിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. അയ്യോ ഞാനാണല്ലേ മാപ്പ്, ഞാനാണ് മാപ്പ്. റോഡിൽ കയറിക്കോ. ഇവിടെ നിന്ന് റൈറ്റ് അടിഞ്ഞ്, അല്ലല്ല ഇവിടെ നിന്ന് ലെഫ്റ്റ്, അല്ലാതെ സർവീസ് ലൈനിലൂടെ റൈറ്റ് അടിക്കുക. കുഴപ്പമില്ല, ലെഫ്റ്റ്. സുഹൃത്തുക്കളെ, ഞാൻ ദി ഗ്രേറ്റസ്റ്റ് മാപ്പ് മാനാണ്. അതെ, എന്തായാലും ആർക്ക് കൊള്ളാം. ഇനി AC ഒക്കെ ഇടാം നമുക്ക്. പെട്രോൾ കിട്ടിയപ്പോ എന്തൊരു സമാധാനം ഗൈസ്. നമുക്ക് നേരെ പോയി വളഞ്ഞ് അപ്പുറത്തെ സൈഡിൽ പോണം. അതെ അതാണ് നമ്മുടെ ആദ്യത്തെ ദൗത്യം. ഓക്കെ ഇപ്പൊ അത് കേറണ്ട. അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഇതാണ് കേട്ടോ, ദ്വാരക അണ്ടർപാസ് ആണ്. അണ്ടർപാസിലോട്ട് നമുക്ക് പോകണ്ട. എടാ എന്ത് പുകയാടാ ഇവിടെ ഗൈസ്. ഇത് മൂടൽമഞ്ഞല്ല കേട്ടാ, ഇത് ലിറ്ററലി പൊല്യൂഷൻ ആണ്. ഒരു കത്തി ഉണ്ടെങ്കിൽ ഫിഗറേറ്റീവായിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതാണ് അണ്ടർപാസ് പോണം. റോഡുകൾ നന്നായി പണിത് വെച്ചിട്ടുണ്ട്. വായു കൂടെ നന്നാക്കിയാൽ നല്ലതായിരിക്കും. ഇന്ത്യയുടെ തലസ്ഥാനമല്ലേ, നമുക്ക് അഭിമാനിക്കേണ്ട ഒരു സംഭവമല്ലേ. ഹായ്, കുറെ കൈ ഇരിക്കുന്നു ഗൈസ്. സ്കൂൾ പിള്ളേര് ആണാ? ഹായ് ബൈ. ഏത് പിള്ളേരെ വിടണല്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി ഓൺ റൂട്ട് ടു. നമുക്ക് മാപ്പ് പ്രകാരം 4 മണിക്കൂറും 14 മിനിറ്റുമാണ് എടുക്കുന്നത്. അപ്പോൾ 4 മണിക്കൂറും 14 മിനിറ്റിൽ 2 മണിക്കൂർ നീ ഓടിയിട്ടാ. മല എത്തി കഴിയുമ്പോഴത്തേക്കും ഞാൻ എടുക്കാം. ഓക്കെ, നല്ല റോഡ്. നിനക്കന്ന് കോഴിക്കോട് പോയപ്പോഴും ഓടിക്കാൻ കിട്ടിയെന്നുള്ള വിഷമമല്ലായിരുന്നു. ഇവിടെ ഓടിക്കും. ഓക്കെ, ഇപ്പോഴാണ് ടെൻഷൻ ഒന്ന് കുറഞ്ഞിട്ടുള്ള നമ്മുടെ റോഡ് സ്റ്റാർട്ട് ആണ്. നമ്മൾ ട്രാവൽ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, 2:45 ഊണ് കഴിച്ചാ? വിശക്കണില്ലേ? സത്യം പറഞ്ഞാണ്ടല്ലോ, ഇന്ന് മൊത്തത്തിലൊരു ഓഫായിരുന്നു നമ്മള്. രാവിലെ പോലെ വണ്ടി കൊള്ളായതുകൊണ്ട്. പക്ഷേ ഇത് കോപ്പിറൈറ്റ് അടിക്കുമെന്തോ. പക്ഷേ നമ്മൾ പൊക്കോണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ സുഖദേവ് ഡാബ ഉണ്ട്, അമൃത് സുഖദേവ് എന്ന് എഴുതിയേക്കണുണ്ട് ഗൈസ്. എടാ, നമ്മള് കോളേജിൽ പഠിക്കുന്ന സമയത്തെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉള്ള പിള്ളേരുണ്ടല്ലോ,
അവരൊക്കെ വീക്കെൻഡിൽ വീട്ടുകാരെ വണ്ടിയൊക്കെ എടുത്തോണ്ട് പോയിട്ട് മറ്റേ ക്ലാസ്സിൽ വന്നിരുന്ന കഥ പറയുമായിരുന്നു. ഓ ബൈ ഹം തോ ഹൈവേ ചലേ ഹം തോ സുഖദേവ് പേ ജാകെ പറാട്ട ഖാക്കെ ആകെ എന്നൊക്കെ പറഞ്ഞ് പട്ടിഷോ. അപ്പൊ നമ്മളിങ്ങനെ വായം തുറന്നിരിക്കും, ഹൈവേ ഇവിടെ വെള്ളരിക്ക വാങ്ങാൻ കാശില്ല, അപ്പോഴാണ് നീ ഹൈവേ പോയിട്ട് അവന്മാരെ പറാട്ട ഉണ്ടാക്കലെന്ന് എന്ന് ഞാൻ പണ്ട് വിചാരിക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ നമ്മുടെ കൂട്ടുകാരന്മാരായിട്ട് പൈസയൊക്കെ ശേഖരിച്ച് ഇവിടെ വന്ന് പറാട്ട തന്നിട്ടുണ്ട്. ഇത് പറാട്ടയ്ക്ക് വേണ്ടി ഫേമസ് ആയിട്ടുള്ള നല്ലൊരു ഫുഡ് ഏരിയ ആണ്. തിരക്ക് കണ്ടാ നോക്കണേ നിങ്ങൾ ഇവിടെ എന്ത് തിരക്കാണെന്ന്. ഇവിടെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫുഡാണ് കിട്ടുന്നത്. നമുക്ക് പുറത്തിരിക്കണോ അകത്തിരിക്കണോ? പുറത്തിരിക്കാം, പുറത്ത് സ്ഥലമുണ്ടല്ലോ. എന്നാ പുറത്തോട്ട് എവിടെയെങ്കിലും ഇരിക്കാം. പക്ഷെ നല്ല റെസ്റ്റോറൻ്റ് ആണ് വലുത്. വേണേ അകത്തൊന്ന് കാണിച്ചു കൊടുക്കാം. കണ്ട നിങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറണേ കണ്ട ഫുള്ളാണ്. എപ്പോൾ വന്നാലും ഇത് പാതിരാത്രി വന്നാലും ഇവിടെ ഫുൾ ആളാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അകത്ത് തണുപ്പുണ്ടല്ലേ? പുറത്ത് തണുപ്പുണ്ട്. നമുക്കപ്പോൾ എവിടെ ഇരിക്കാം? അകത്തിരിക്കണോ? വേണോ? ഇവിടെ സ്ഥലമുള്ള എവിടെയെങ്കിലും നോക്കി ഞങ്ങളൊന്ന് ആസനസ്ഥരാവട്ടെ. പഞ്ചാബ് ചേട്ടൻ്റെ താടി നോക്കിയാണ്. താടി കണ്ടാ അങ്ങേരുടെ താടിക്കാരുടെ സംസ്ഥാന സമ്മേളനമാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഭാഷ അറിഞ്ഞുവിടാത്തത് കൊണ്ട് കൊള്ളാം. ഇല്ലെങ്കിൽ നീ ആരാടാ എന്റെ താടിയെ പറ്റി പറയാനെന്ന് പറഞ്ഞ് തള്ളക്കി വിളിച്ചനെ. നമ്മൾ ഇവിടെ ഇരുന്നാലോ ഇത് അന്തറിന്റെ സംസ്ഥാന സമ്മേളനമാണെന്ന് തോന്നുന്നു സുഹൃത്തുക്കളെ. ഇവിടുത്തെ ലസ്സി ഫേമസ് ആണ്. പിന്നെ ആലു പ്യാസിന്റെ പൊറാട്ട. ആലു പ്യാസ് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങും സവാളയും കൂടെ ഇട്ടിട്ടുള്ള പൊറാട്ട. അത് മറ്റേ നല്ല ബട്ടർ ഇട്ടിട്ടുള്ളതാണ്. ഉണ്ടായി അകത്ത് വന്നപ്പോൾ ഇവിടെ മുട്ട തിരക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു സീറ്റ് നോക്കാം. ഇവിടെ ഒരു സ്പേസ് കണ്ട് ഇവിടെ ഇരിക്കാം, ഇരുന്നിട്ട് ഓർഡർ ചെയ്യാം. ഇവിടെ ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം കിട്ടും. പക്ഷെ നമ്മളിവിടെ കഴിക്കാൻ വന്നത് ആലു പ്യാസ് പൊറാട്ടയാണ്. 2 എണ്ണം പറയട്ടാ. 2 ആലു പ്യാസ് പൊറാട്ട, ലസ്സി, അതും ഇവിടുത്തെ കിടിലുമാണ്. മാംഗോ ലസ്സി വേണോ? നോർമൽ ലസ്സി ട്രൈ ചെയ്യാം. ഇതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ആദ്യം അവിടെയാണ് ഇരുന്നത്. അപ്പോൾ എന്നിട്ട് ഓർഡർ എടുക്കാൻ വന്ന ആളെടുത്ത് വെച്ചാൽ പറയുന്നത് അവിടെ ഇരിക്കുന്ന ആൾക്കാർ കഴിച്ചു തന്നിട്ട് ആ ടേബിളിൽ തരുവോളം. ഖാലി ടേബിളിൽ പോയിരിക്കാം. അങ്ങനെ ഖാലി ടേബിളിൽ വന്നിരുന്നപ്പോൾ ഇവിടെ ആരും വരണില്ല. ഇതാണ് ഞങ്ങളുടെ ഖാലി ടേബിൾ. ഇതൊക്കെ എടുത്തോണ്ട് പോടെ ആരെങ്കിലും. പണ്ട് ഇത്ര ഞാൻ ഇങ്ങനെ തിരക്ക് കൂടിയതുകൊണ്ടായിരിക്കും അല്ലേ? ആർക്കും കാണാനില്ലെന്ന്. ആരെങ്കിലുമൊക്കെ വരട്ടെ ഗൈസ്. നമ്മൾ വന്നിരിക്കുമ്പോഴേ ഈ 3 ഐറ്റം ഇവിടെ കാണും കേട്ടോ. ഇത് നാരങ്ങയുടെ അച്ചാറാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മിക്സ് വെജ് അച്ചാറാണ്. ഇതാണ് വിനാഗിരിയിലിട്ട സവാള അല്ല, ഉള്ളി, നാരങ്ങയും പിന്നെ മുളകും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇട്ടാണ്. ബീൻസൊക്കെ കിടപ്പുണ്ടോ അതിൻ്റെ അകത്ത്. അതാണ് ഞാൻ പറഞ്ഞത് മിക്സ് വെജ്. അടിയിലോട്ട് ചെല്ലുമ്പോൾ ഉരുളക്കിഴങ്ങും കാണും, പറയാൻ പറ്റില്ല. ഇതാണ് നാരങ്ങ, പക്ക നാരങ്ങയുടെ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് നിറച്ച് മുളകും വെച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും സ്പൈസ് കുറഞ്ഞു പോവുകയാണെങ്കിലേ അതെടുത്ത് നിന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ ഗൈസ്. ഇതാണ് ഇവരുടെ ആലു പ്യാസിന്റെ പൊറാട്ട. അതിന്റെ നടുക്ക് എന്താണ് ഇരിക്കണേന്ന് ആലോചിക്കണുണ്ടോ? അത് വെണ്ണയാണ്. കണ്ടമാനം വെണ്ണയല്ലേ? അത് നൈസായിട്ട് അതിൽ മൊത്തത്തിൽ അങ്ങോട്ട് ഇപ്പോഴും അത് ഉണ്ടയായിട്ട് എടുത്ത് അങ്ങ് തേച്ച് പിടിപ്പിച്ച. ഇങ്ങനെയാണ് നോർത്ത് ഇന്ത്യൻസിന് കൊളസ്ട്രോൾ വരണത്. ഇഷ്ടം പോലെ വെണ്ണയില്ലേ? ഇതിൽ കുളിക്കാം. പിന്നെ വെണ്ണ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ തിന്നും. ഇത് ഇന്നൊന്നും തീരൂല. അതവിടെ ഇരുന്നോട്ടെ. ഇരുന്ന് അലി ഇനിയിപ്പോ ഇതൊന്ന് കുറച്ച് ഇതൊക്കെയാണ് ഇതിന്റെ സൈഡ്സ്. ഒതുക്ക് നാരങ്ങ അച്ചാറ്, 2-3 ഉള്ളിയും കൂടെ വെച്ചോ. ഇതിന്റെ തൈര്, ഇതിന്റെ കോംബോ ആയിട്ട് തിന്നുന്ന സാധനമാണ് തൈര്. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ തൈരാണല്ലേ. നല്ല തൈരല്ലേ? ഓക്കെ. ഇനി ആ പൊറാട്ട എടുത്തിട്ട് ഞാൻ പറയുന്നതാണൊക്കെ പൊറാട്ട എടുക്കുക. കുറച്ചൊരു വലിയ പീസ് എടുത്തോ, ടേസ്റ്റ് നോക്കാനല്ലേ ആദ്യമായിട്ട്. കുറച്ചുകൂടെ വെണ്ണയിൽ മുക്കിക്കോളൂ. എന്നിട്ട് ഇത്തിപ്പൂരം എന്നിട്ട് കുറച്ച് ഒരു അച്ചാറും കൂടെ അതിൻ്റെ അകത്ത് എടുത്ത് വെച്ചിട്ട് നൈസായിട്ട് അച്ചാർ എടുത്ത് വെച്ച് എന്നിട്ട് വേണമെങ്കിൽ അതൊന്നും ഒരു അല്ലി കൂടെ എടുത്തോ. അത് തീർന്നിട്ട് കടിച്ചാലും മതി. അത് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് ആ തൈര് മെയിൻ ഐറ്റമാണ്. ഇപ്പോൾ ഒരു ഉരുളയായി. ഞാൻ വീട്ടിൽ ചോറ് ഉരുട്ടണ കണക്കാൻ ഇവിടെ പൊറാട്ട ഉരുട്ടാൻ പഠിപ്പിച്ചു തരണത്. സെറ്റായില്ലേ? സൂപ്പറായിട്ട് വരണുണ്ടല്ലേ? അങ്ങനെയാണ് സുഹൃത്തുക്കളെ പൊറാട്ട തിന്നേണ്ടത്. ഇനി അടുത്ത് എൻ്റെ പൊറാട്ട.
ഓഹോ ഹോ ഹോ. ഇവിടെ ഈ വെണ്ണ എടാ ഇത് 2-3 വട്ടമൊക്കെ ഇവിടെ ഉള്ളമാര് വെണ്ണ വാങ്ങിച്ച് തിന്നുവാടാ. വെണ്ണ കുളിപ്പിക്കണം. ആഹാ. ഓക്കെ, ഞാൻ ഇനിയിപ്പോൾ ഒരു ഉരുള കഴിക്കട്ടെ. ഇന്നത്തെ വിഷം മൊത്തം എനിക്ക് ഉരുള മാറി കിട്ടണം. തൈര് ആഹാ. ഈ ഫുഡൊക്കെയാണ് കഴിക്കണമെങ്കിൽ നമ്മൾ വെജിറ്റേറിയൻ ആയാലും ഒരു കുഴപ്പമില്ല, നഷ്ടം വരില്ല. കാരണം നല്ല ടേസ്റ്റ് അല്ലേ. അമ്മാതിരി സാധനമാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നോർത്ത് ഇന്ത്യയിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ കൊളസ്ട്രോൾ വരുന്ന മധുരമായ ഫുഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ കാണിച്ച കോംബോയിൽ ഇങ്ങനെ തന്നെ ട്രൈ കൂടെ ചെയ്യണേ. ഞങ്ങൾ റായറ്റം കൂടെ പറഞ്ഞായിരുന്നു. ഒരു 5 റായത്തം ഇട്ടിട്ടുണ്ട് കഴിച്ചാൽ. ഗംഭീര ഫുഡ്. ഒരു അച്ചാറി സോയ ചാപ്പും കൂടെ പറഞ്ഞു. സോയ ചാപ്പ് കഴിച്ചിട്ടില്ല, അതുകൊണ്ട് വരട്ടെ. പൊറാട്ട വാസ് മാർവലസ്. ഇഷ്ടപ്പെട്ടില്ല ആണ് കേസ്. ഇത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമുക്ക് ഓരോ കോംബോകളുണ്ട്. ഇപ്പോൾ പൊറാട്ടയുടെ കൂടെ ഞാൻ ഈ പറഞ്ഞു തന്ന സാധനങ്ങളെല്ലാം വെച്ച് നിങ്ങൾ ഒരെണ്ണം എടുത്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ നോർമലി ഒരു പൊറാട്ട കഴിക്കുന്നതിനേക്കാളും നിങ്ങളുടെ എക്സ്പീരിയൻസേ വേറെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഇവിടെ വരികയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഗൈസ്. ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളാം. അടുത്ത് നമ്മൾ ഒരു അച്ചാറി സോയ ചാപ്പാണ്. ഇത് നമ്മുടെ സോയാബീൻസ് വെച്ചിട്ട് നോർത്ത് ഇന്ത്യക്കാരെ ബേസിക്കലി നോൺ വെജിൻ്റെ റിപ്ലേസ്മെൻ്റ് ആണ്. ഞാൻ ചോദിക്കണതേ, ഇവരെന്തിന് പിന്നെ നോൺ വെജിന്റെ ടേസ്റ്റ് ഉള്ളത് കഴിക്കണം? ടേസ്റ്റ് ഉള്ളതല്ല, നോൺ വെജിന്റെ റിപ്ലേസ്മെന്റ്, പ്രോട്ടീൻ. അങ്ങനെ ഓക്കെ. അപ്പോൾ ഇതെടുക്കണം. ഇതിൽ ചെറുതായിട്ട് ഒരു പച്ച ചട്നി ഉണ്ട്, അതിൽ ചെറുതായിട്ട് മുക്കിയിട്ട് അതുപോലെ സവാള വിനീരിലിട്ടത് ഡീസൻ്റാണ്. ഇതുണ്ടല്ലോ, ഇവിടുത്തെ ലസ്സിയാണ്. പണ്ടിങ്ങനെയല്ല, പണ്ട് അണ്ടാവ് പോലത്തെ ഒരു കപ്പിലാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഇപ്പം അത് ചെറുതായി ഈ പേപ്പർ കപ്പിനകത്തായി കഴിച്ചു. മധുരം കൂടിപ്പോയെന്ന് സംശയം. പക്ഷെ നല്ല ലസ്സി. മധുരം കുറച്ച് സ്വീറ്റ് ലസ്സി എടുത്തതാണ് കേസ്. കൊള്ളാം അല്ലേ? നല്ലതാണ്. പഞ്ചാബ് ഹരിയാന ഭാഗത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മെയിനാണ് ലസ്സി, അൾട്രാ മെയിൻ. ഓക്കെ, ഫസ്റ്റ് ടൈം അച്ചാറി ട്രാപ്പ് ട്രൈ. അതാണ് സോയാബീൻസ് ഇല്ലേടാ, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് സോയാബീൻസ്. വീട്ടിലുണ്ടാക്കില്ലല്ലോ, പക്ഷെ ഇങ്ങനെയൊക്കെ തരുമ്പോഴത്തേക്കും നമ്മൾ കഴിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. അതായിരുന്നു നമ്മളുടെ സുഖദേവ് ഡാബ എക്സ്പീരിയൻസ്. നല്ലതാണ് ഗൈസ്. ഓ, കഴിച്ചിറങ്ങി ഗൈസ്. മനസ്സും വയറും നിറഞ്ഞു. ഇപ്പൊ ഒന്ന് ഹാപ്പി ആയല്ലേ? ഏത് സാധനം? ഏത് മുട്ടായിടാ? അതെന്തൊരു സാധനം കയറിയത്? ഇവിടെ സൈഡില് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. നമുക്കൊരു കേബിള് വാങ്ങിക്കണം. നമ്മളെ വണ്ടിയിൽ ചാർജ് ചെയ്യാനായിട്ട് മറ്റേ ഒരു USB കേബിൾ വാങ്ങിക്കണം. അപ്പം അതിവിടെ കിട്ടും. ഇവിടെ കണ്ടമാനം ഫോണിൻ്റെ കേസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു കേബിൾ എടുത്ത് കേബിളിന് 350 രൂപ. ഇതിനൊക്കെ 350 രൂപ ഉണ്ടെന്ന് ദൈവത്തിനറിയാം. എന്തായാലും ഇത് നമുക്ക് വേണം, ഇല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ നിന്നൊരു പരിപാടി നടക്കൂല. അങ്ങോട്ട് പോകുമ്പോൾ വളരെയധികം അത്യാവശ്യമുള്ളൊരു സാധനം കൂടെ വാങ്ങി, ടിഷ്യൂ ബോക്സ്. ഈ കടയിൽ അങ്ങനെയാണ് തന്നത്. ഇനി ബഞ്ചി ജമ്പിങ് ടീം ബാക്ക് ടു ദ റോഡാണ് കേസ്. അയ്യോ, ഇത് നിങ്ങൾ കേൾക്കാമോ? മൈക്ക് വെച്ചേക്കണോണ്ടേ, പക്ഷെ നല്ല സൗണ്ടിലാണ് അവർ ഇട്ടേക്കണേ കേട്ടാ. ഈ ഏരിയയിൽ വരുന്നവർക്കൊക്കെ അങ്ങനെയല്ല, കുടിക്കാം, നമുക്ക് കളയണ്ട. അപ്പൊ ഈ ഏരിയയിലുള്ളവർക്കെല്ലാം നല്ല സംഗീതം പകരുന്ന ആ വലിയ സ്പീക്കറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ സുഖദേവ് ഡാബയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ലെറ്റ്സ് ഗോ. അവിടെ നിന്ന് ഇറങ്ങി ഒരു ടോളിൽ ഞങ്ങൾ സ്റ്റക്കായതാണ്. എൻ്റെ അമ്മച്ചി, എത്ര നേരമായെന്നറിയാം നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്തോരം വണ്ടികളാണ് ഇവിടെ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയാണ്, ഈ നോർത്ത് ഇന്ത്യയില് ട്രാഫിക് നിൽക്കുകയാണ്. ഓഹോ, ഒരമ്മച്ചി പറഞ്ഞു ഇടിച്ചിട്ടല്ലേ? അയ്യോ, കിണിക്കണ. അയ്യോ, എനിക്ക് വളരെ മോശം എക്സ്പീരിയൻസുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഗൈസ്, ട്രെയിനിലും പിന്നെ നോർത്ത് ഇന്ത്യയിൽ പൊതുവെ.
നല്ല ആഗ്രഹം നിനക്ക്. നിന്റെ ആഗ്രഹം ദൈവം എപ്പോഴെങ്കിലും ഒക്കെ നിറവേറ്റി തരട്ടെ. പക്ഷെ എടാ ഒരുപാട് പാവങ്ങളുണ്ട് കേട്ടോ, അവരെയൊക്കെ നമ്മള് ഹെൽപ്പ് ചെയ്യണം. പക്ഷെ ചിലര് ഇതിന്റെ ഇടയില് ഇപ്പം നമ്മളെ മറ്റേ കാശ്മീരി ചേട്ടൻ പറഞ്ഞ എക്സാമ്പിൾ ഓർമ്മ വേണ്ട, 5 വിരലെടുത്ത് കഴിഞ്ഞാൽ 5 ഷേപ്പിനല്ലേ. അപ്പം ഏത് സ്ഥലത്തെ ആൾക്കാരെ എടുത്താലും ഏത് ടൈപ്പിലുള്ള ആൾക്കാരെ എടുത്താലും അതില് അടിപൊളിയായിട്ടുള്ളവരും അതില് ഊളത്തരങ്ങൾ കാണിക്കണവരും ഉണ്ട്. പക്ഷെ ഞാൻ ആദ്യം ഒരു ട്രെയിനിൽ പോയപ്പോഴത്തേക്കും ഒരു ആവശ്യവും ഇല്ലാതെ, ഞാനാണെങ്കിൽ ഒന്ന് പിഞ്ച് ബാലനും കൂടെ ആയിരുന്നു, തുണിയൊക്കെ കാണിച്ചു തരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്നെ. അയ്യോ, അതുകൊണ്ടാണ് ഈ കൈയോട്ട് കേൾക്കുമ്പോഴേ ടെൻഷനാണ് ഗൈസ്. ഓഫ്, നമ്മൾ സ്റ്റിൽ ഇവിടെ ട്രാഫിക്കിൽ തന്നെയാണ് സുഹൃത്തുക്കളെ. ടോള് പോകുമ്പോ അങ്ങ് കയറാം നമുക്ക്. 13 ലൈൻ ഉണ്ട്. ടോള് കഴിഞ്ഞ് ബാക്ക് ടു റോഡ് ട്രെയിൻ. ഹായ്, 2 പേര് അതിലിരുന്ന് പോണം. അയ്യോ, പറന്നു പോയി, കാണിക്കാൻ പോലും പറ്റില്ല. സൂര്യ അസ്തമിച്ചു തുടങ്ങി കേട്ടോ. ഒരു സൈഡില് അസ്തമിച്ചില്ല, താന്നതേ ഉള്ളൂ. ട്രിപ്പ് ഇപ്പോ 4:15 സുഹൃത്തുക്കളെ. ഇനി നമുക്ക് 3.5 മണിക്കൂറും 184 കിലോമീറ്ററും ഉണ്ട്. എടാ, നേരെ പോയിട്ട് 400 മീറ്ററിൽ ഒരു ലെഫ്റ്റ് എടുക്കണേ. ഓക്കെ, ഇത്രയും നേരമായിട്ട് നമ്മൾ മല കണ്ടിട്ടില്ല. നമ്മൾ ഇപ്പോഴും ഹൈവേയിലാണ് ഗൈസ്. ടോട്ടൽ നമ്മുടെ ട്രാവൽ ടൈം ഇറങ്ങിയപ്പോ ഒരു 4.5 മണിക്കൂറാണ് കാണിച്ചതെങ്കിലും ലെഫ്റ്റ് കഴിഞ്ഞു വരാൻ തോന്നുന്നു. നേരെ പോയിട്ട് ഒരു ലെഫ്റ്റ് ഉണ്ട്. എന്തൊക്കെയോ സൗണ്ടുകളൊക്കെ കേൾക്കണ ഗൈസ്. പുറത്ത് ലോറിയൊക്കെ പോണം. ലോറിക്കാരെന്തോ നിന്നോട് പറയുന്നുണ്ട്. എന്തോ അവന്റെ മുഖത്തിന്റെ എക്സ്പ്രഷൻ വെച്ചിട്ട് മാത്രം നല്ല കാര്യമല്ല പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലാതെ ഞങ്ങളൊന്ന് എക്സിറ്റ് എടുക്കട്ടെ ഗൈസ്. എന്റെ മോനെ ഗൈസ്, വക്യോല് വണ്ടി എന്ത് രസമല്ലേ അത് ഗൈസ്. മുതുക്ക് വക്യോല് വണ്ടി പോവാൻ പറ്റണല്ലേ ഞങ്ങൾക്ക്. ഈ വണ്ടി മാറിയിട്ട് നമ്മൾ പോയടാ. നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കയറിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റ് ആണ് നമുക്ക്. ആ ലോറി പോണ അങ്ങോട്ട്. യെസ് സുഹൃത്തുക്കളെ, നമ്മൾ ഒരു ഹൈവേയിൽ നിന്ന് രക്ഷപ്പെട്ട് അടുത്ത ഹൈവേയിലേക്ക് കയറിയിരിക്കുന്നു. ഇനി അച്ചാച്ചി പറഞ്ഞ 4 കിലോമീറ്റർ നേരെ പോയിട്ട് വലത്തോട്ടൊരു ചെറിയ ഓടി കൊണ്ടെന്നാണ്. വീണ്ടും ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഡയപ്പർ ഇട്ട വക്കീൽ വണ്ടി പോകുന്നു. ദൂരം വക്കീൽ ട്രാക്ടറാണ് കേട്ടോ പിടിച്ചോണ്ട് പോണം. ഹായ് ഗൈസ്, മഞ്ഞപ്പൂ. ഇത് കരിമ്പിൻ തോട്ടമാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കണം. മറ്റേ മഞ്ഞപ്പൂ എന്തിനാണ് പറഞ്ഞത് അറിഞ്ഞൂടെ ഗൈസ്. മഞ്ഞപ്പൂ എന്തിനാണെന്ന് വരുന്നത് നിങ്ങൾ കമന്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഗൈസ് കുറെ മഞ്ഞപ്പൂ നിൽക്കുന്നത്. പൂത്തകാലം പാടാൻ വന്നു നീയും തുന്തു തുന്തു പൊന്നാറ്റിനപ്പുറത്തു നിന്നു പുന്നാരം ചൊല്ലി നീ വന്നു. ലാ 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 ലാ. ഓ എന്ത് ഭംഗി ഗൈസ് ഇത്. ഗൈസ് ഒന്ന് ചവിട്ടിയുടെ സൈഡിലോട്ട് കറന്നിറങ്ങി നോക്കിയിട്ട് പോയായിരുന്നു. എന്ത് വൈബാ. ഹായ്, നമുക്ക് പുറത്തിറക്കാം ഗൈസ്. സ്വന്തമായിട്ട് വണ്ടി ഉള്ളതിന്റെ ഗുണം നമ്മളിപ്പോ ഉപയോഗിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹായ് എന്റെ മോനെ, പൊളി കേട്ടാ. പോകുന്ന വഴി അത്ര സുന്ദരമല്ലെങ്കിലും നമ്മുടെ ഡെസ്റ്റിനേഷൻ ഭയങ്കര സുന്ദരം കേട്ടാ. ഹായ് എന്റെ ആളിയ. എനിക്കിത് മസ്റ്റേർഡ് തന്നെ വേണല്ലേ? അല്ലേ? മസ്റ്റേർഡ് എവിടെയാണ് പൊടിക്കണം? അപ്പം തറയിൽ കിടക്കും മസ്റ്റേർഡ്. അമ്പടാ ഗൈസ്, ഇതാണ് അപ്പൊ മസ്റ്റേർഡ് ചെടി. മസ്റ്റേർഡ് എന്ന് പറഞ്ഞാൽ കടുകല്ലേ ഗൈസ്? കടുക് പാടമാണിത്. പൂത്തക്കാലം പച്ച നമ്മളൊരു കടുക് പാടം കണ്ടേ. എവിടെ കടുക് പാടം കണ്ടേ? സെലിബ്രേഷൻ. മല കാണാൻ പോയിട്ട് കടുക് പാലും. ഓക്കെ, കുഞ്ഞു ഡ്രോൺ ഷോട്ട് കാണിച്ചു തരാം. ഡ്രോണിന്റെ പുതിയ ലോഞ്ചിങ് പാഡാണ്. നോ GPS. എന്ത് പറ്റി? ഇപ്പൊ ടേക്ക് ഓഫ് പെർമിറ്റഡ് ആയി ഗൈസ്. ഓക്കെ ഗൈസ്,
വർഷയുടെ കൈ വെച്ചിട്ടുള്ള ആദ്യത്തെ ടേക്ക് ഓഫ്. പോയിട്ട് വാടാ. ഞാൻ ഉദ്ദേശിച്ച കണക്ക് ഒരു ഷോട്ട് കിട്ടില്ല, കാരണം ഭയങ്കര മൂടൽ മഞ്ഞ്. എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതാണോ അത്? നീ ഉദ്ദേശിക്കുന്ന ഇലയാവാൻ സാധ്യതകളൊക്കെ ഉണ്ട്. ഇത് കഞ്ചാവിലയാണോ എന്നല്ലേ നീ ചോദിക്കുന്നത്? ഇത് കഞ്ചാവൊന്നുമല്ല, വിദഗ്ധർ പറയുന്നു. അല്ല എനിക്ക് മണം അറിയാന്നുള്ളതുകൊണ്ടല്ല. അല്ലല്ല ഇതല്ല. പക്ഷെ നമ്മള് പോണ സ്ഥലത്തുണ്ടല്ലോ, അയ്യോ വണ്ടിയുടെ താക്കോല്, നമ്മൾ പോണ സ്ഥലത്തില്ലേടാ, അവിടെ ഇതിന്റെ കേന്ദ്രമാണ്. അല്ല ഇതെന്തോ ഒരു പച്ചയില, ഒരു പച്ചയില. മല നിരകളുടെ ഡ്രോൺ ഷോട്ട് കാണിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങിയ ഞാനാണ്. അവസാനം ഒരു ചെറിയ കണ്ടത്തിന്റെ ഡ്രോൺ ഷോട്ട് കാണിച്ച് ഇന്ന് ഒതുങ്ങേണ്ടി വരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്, കുറച്ചുകൂടെ പോയി നോക്കാം. ലൈറ്റ് തീരുന്നതിന് മുന്നേ മഞ്ഞിറങ്ങാതെ ആണെങ്കിൽ മാത്രം നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ. ബൈ ദ ബൈ ഗൈസ്, ഇഫ് യു വെയർ വണ്ടറിങ്, ഇപ്പൊ നമ്മൾ ഹരിയാനയിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പാനിപ്പത്തിലൂടെയാണ് ക്രോസ് ചെയ്ത് പൊക്കോണ്ടിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ ഈ മസ്റ്റാർഡ് പാടം കണ്ടത് ഹരിയാനയിലായിരുന്നു. ഇനി ഡൽഹിയിൽ നമ്മളിപ്പോ നേരെ ഒരു മേളിലോട്ടുള്ള ട്രജക്ടറിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞ് ഒരു പോക്കുണ്ട്. മല എപ്പോൾ കാണും അപ്പം ഞാൻ നിങ്ങൾക്ക് മല കാണിച്ചു തരാം. മല കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. പക്ഷെ ഗൈസ്, ഇവിടെയും സ്മോഗ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞു. ഇവിടെയും വിഷൻ കിട്ടാനില്ല. ഇത് ശരിക്കും ഫോഗ് ആയിരിക്കും അല്ലേ? അപ്പൊ ഡൽഹിയിൽ രാവിലെ ശരിക്കും ഫോഗ് ആയിരുന്നിരിക്കും. ഇനി ഒന്നും മനസ്സിലാവണില്ല ഗൈസ്, ഞങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. എന്തായാലും ഇവിടെ പക്ഷെ വിസിബിലിറ്റി കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നീ ശ്രദ്ധിച്ചാ ഇപ്പം അവിടെ നിൽക്കുന്ന മരം പോലും കാണാൻ പറ്റില്ല. നമുക്ക് ഒരു 100 മീറ്റർ മാക്സിമം വിസിബിലിറ്റി പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മളിപ്പോ. ഗൈസ് നമ്മുടെ പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. എക്സ് ഇവിടെ ഇട്ടിരുന്നെങ്കിൽ എക്സ് സിഗ്മ നമ്മളതിനെ കളിക്കായിരുന്നേ. പക്ഷെ സിഗ്മ ട്രെൻഡ് ഒക്കെ പോയല്ലേ? സിഗ്മ ട്രെൻഡേ പോയി ഗൈസ്. മറ്റത് എപ്പോ ഇൻസ്റ്റാഗ്രാം എടുത്താലും ഇങ്ങനെയൊക്കെ കുറെ എണ്ണം ആയിക്കൊണ്ട് നടക്കണമായിരുന്നു. ഇപ്പൊ സിഗ്മ ട്രെൻഡേ ഇല്ല. ഇപ്പൊ എന്താണ് ഗൈസ്, അത് ആ ഒരു വിഭാഗത്തിൽ ട്രെൻഡ് വന്നോണ്ടിരിക്കുന്നത്. കുറെ കാലം ആൾക്കാർ അതിന്റെ പുറകെ പോവുകയും ചെയ്യും. മിസ്റ്റർ ബീസ്റ്റ് വരെ ഇടയ്ക്ക് വെച്ച് ഇത് ചെയ്തോണ്ട് നടക്കണായിരുന്നു. ദാണ്ട ഗൈസ് വീണ്ടും സിഗ്മ. ഇതെന്ത് ഈ ഏരിയ സിഗ്മ ഏരിയ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾക്ക് ഇത് നോട്ടീസബിൾ ആണോ? ഞങ്ങളുടെ വിസിബിലിറ്റി കുറഞ്ഞു വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ റോഡിലോട്ടൊക്കെ നല്ലവണ്ണം ഫോഗ് ഇറങ്ങി തുടങ്ങി കേട്ടാ. അയ്യോ അങ്ങോട്ട് പോകുമ്പോ എന്തിനാവുന്നു ഗൈസ്. നമുക്ക് ഇനി ഇവിടെ നിന്ന് റൈറ്റ് എടുക്കണം. ഡെറാഡൂൺ നേരെയാണ് കേട്ടാ. അപ്പൊ നമുക്ക് മാപ്പിൽ റൈറ്റ് ആണല്ലോ കാണിച്ചത്. അല്ലല്ല, കറക്റ്റ് പ്രോപ്പർ റൈറ്റ് ആണ് അടിച്ചേക്കുന്നത്. അപ്പൊ ചിലപ്പോ റൈറ്റ് ചിലപ്പോ ബെറ്റർ റോഡായിരിക്കും. 2 മണിക്കൂർ 54 മിനിറ്റാണ് കാണിക്കണത്. ഇനി ഡെറാഡൂൺ നേരെയാണ് കേസ്. അപ്പൊ നമ്മൾ ഡെറാഡൂൺ ടച്ച് ചെയ്തല്ല കേട്ടോ ഋഷികേശിൽ പോണത്. കേസ് കണ്ട നേരെയാണ് ഹരിദ്വാർ. അപ്പൊ നമ്മള് ഹരിദ്വാർ വഴിയാണ് അങ്ങോട്ട് പോണത്, ഋഷികേശിലോട്ട് പോകുന്നത്. പിന്നെ ഇപ്പൊ നമ്മള് ഹരിയാനയിൽ നിന്ന് മാറിയിട്ട് ഉത്തർപ്രദേശിലൂടെ ഉത്തർപ്രദേശിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി 131 കിലോമീറ്ററേ ഉള്ളു. 2 മണിക്കൂർ 47 മിനിറ്റ്. ഇവിടുത്തെ ഫേമസ് എന്റെ യൂണിവേഴ്സിറ്റിയുടെ പേര് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി, ഗുരു ഗോവിന്ദ് സിംഗ് ഇന്ദ്രപ്രസ്ഥ യൂണിവേഴ്സിറ്റി. കേട്ട് ചേച്ചി കേട്ട്. വർഷയുടെ ടോപ്പ് സ്പീഡാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കണത് ഗൈസ്. 133 അങ്ങാട്ട് പോയത്. മാറിയിരുന്നെങ്കിൽ ഒരു 40 അടുപ്പിച്ച് പോയന്. ആ കാറുകാരന് ഒരു വലിയ നന്ദി ഞങ്ങളുടെ പേരിൽ രേഖപ്പെടുത്തിക്കൊണ്ട്. ഗൈസ് ഇവിടെ ഒരു മൊട്ടക്കാട്ടം ബ്ലോക്ക് കേട്ടാ. ഒരൊറ്റ വണ്ടി പോകൂല, കംപ്ലീറ്റ്ലി സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ആ സൈഡിൽ നോക്കിയാണ് ഒരു കരിമ്പിൻ്റെ ലോറി. കരിമ്പ് നമുക്ക് എടുക്കാൻ പറ്റുമെന്തോ എൻ്റെ അകത്തുനിന്ന്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് കെട്ടി വെച്ചേക്കുന്ന കരിമ്പാണ്. വരണില്ല, 2 കൈ കൊണ്ട് ഇറുക്ക പിടിക്കണമെന്നാണ് സർദാർജി പറയണത്. വരണില്ലടാ കരിമ്പ്. കരിമ്പ് വേണോ എനക്ക്? പച്ചക്കരിമ്പ് നല്ല ടേസ്റ്റാണ്. അത് വരണില്ല. അണ്ണൻ ചിരിക്കണം അപ്പുറത്തെ വണ്ടി ഇരുന്നുണ്ട്. ഗൈസ് എന്നെ സഹായിക്കാനായിട്ട് അപ്പുറത്തെ ലോറിന്ന് സർദാർജി ഇറങ്ങി.
സൈഡ് से खींचिട്ട് വാ. तो नहीं रहा भैया अण्णन അറിയാം വലിക്കേണ്ട ഏതാണെന്ന് ये वाला आ जाएगा ओह थैंक यू भैया आपका नाम क्या है गुरविंदर सिंह थैंक यू तो बहुत सारे गन है ना आप कहाँ से हो हम पंजाब से अमृतसर से पंजाब से बहुत बढ़िया आपसे मिलकर थैंक यू जी ना हाँ जी हाँ आराम से बैठा ले लो ഈ ഏരിയ മൊത്തം ഞാൻ ബ്ലോക്ക് ഉണ്ടാക്കിയാണ് പയ്യെ ചെയ്തോളാൻ പറഞ്ഞു. എന്തായാലും റോഡ് മൊത്തം ബ്ലോക്കാണ് സുഹൃത്തുക്കളെ. പയ്യ അവിടെ നിന്ന് ചിരിക്കണ കേട്ടോ. ഈ കിഴങ്ങനാണല്ലോ കരിമ്പ് കൊടുത്തത്. പച്ചക്കരിമ്പ് കഴിക്കൂ? പിന്നെ പച്ചക്കരിമ്പല്ല ഏത് കരിമ്പാണ് കഴിക്കണത്? മറ്റേ ബ്രൗൺ കളറ് സൂപ്പർ സാധനം. നോക്കട്ടെ. ആ ഫ്രണ്ടിലത്തെ ലോറിയിലാണ് ഇത് കണ്ടോ? ഡാബർ റെഡ് അത് അകത്തുനിന്ന് കഴിക്കൂ ഞാൻ. ടേസ്റ്റി അല്ലേ? മധുരം. ആദ്യം മറ്റേ ബൈക്കിൽ പോയ അപ്പൻ വഴക്ക് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഇരിക്കണ കണ്ടപ്പോ പിടിച്ചേടി ഞാനിവിടെ കഴിക്കട്ടെ. അവിടെ എന്തോ കരിമ്പ് ഫാക്ടറിയാണ് കേട്ടാ. എല്ലാരും തിരിച്ചു പോണുണ്ട് കേട്ടാ. അതുകൊണ്ടാണ് എല്ലാരും തിരിച്ചു പോണം. ഏത് കരിമ്പുള്ളോണ്ടാ? കരിമ്പുള്ളോണ്ടല്ല, പിന്നെ ബ്ലോക്ക് ആയതുകൊണ്ട്. ബ്ലോക്കുകൾ ആനന്ദകരമാക്കാൻ അപ്പുറത്തെ വണ്ടിയിൽ കരിമ്പ് അടിച്ചു മാറ്റാനാണ്. ആറാംസെ ബേട്ടാ, ആറാംസെ. ഫ്രഷ് കരിമ്പ്. ഇതിനേക്കാളും ഫ്രഷ് കരിമ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇതും കൊണ്ട് കയറാൻ പറ്റില്ലല്ലോ. ഒരു സെക്കൻഡ്. അയ്യോ, ഓ കിണ്ണ സാധനം കേട്ടാ. ഇതിൽ നല്ല കരിമ്പ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് പുഴുവണം. ഈ കരിമ്പ് അത്ര ഫ്രഷ് കരിമ്പ് പറിച്ചു തന്ന നമ്മുടെ സർദാർജി ചേട്ടനൊരു വലിയ നന്ദി ഞാൻ എൻ്റെ പേരിലും കേരളത്തിന്റെ പേരിലും രേഖപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ. എപ്പോ പോണാ എന്തോ ഗൈസ്. ഈ ബ്ലോക്ക് നോക്കിയാണ് 12 മിനിറ്റ് ആഡായി. എന്തോ ഒരു വലിയ ബ്ലോക്ക് സംഭവിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളെ കരിമ്പൻ വണ്ടിക്ക് ബൈ കൊടുക്കണം. കാരണം ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകാൻ പറ്റില്ല, ഭയങ്കര ബ്ലോക്ക്. ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു ഒരുപാട് നേരം എടുക്കുമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചിട്ട് നേരെ അങ്ങ് പോയിട്ട് അപ്പുറത്തെ സൈഡ് വഴി എന്ന് പറഞ്ഞാൽ റോഡിന്റെ അപ്പുറത്തെ സൈഡ് വഴി ഷോർട്ട് കട്ട് അടിച്ച് കയറി പോകാനായിട്ടുള്ള പ്ലാനിലാണ്. കാരണം അല്ലെങ്കിൽ അവൻ പറഞ്ഞ് ഇവിടെ കുറേ നേരം എടുക്കും, ഇവിടെ ഈ സമയത്തൊന്നും തിരിവില്ല എന്ന്. ദൂരം ലോറി അല്ലേ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്ത് കിടക്കണത്? അയ്യോ മൊത്തം ബ്ലോക്കാണല്ലോ. ബാബാ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഓടിച്ചു വന്നപ്പോഴത്തേക്കും ഈ അണ്ണൻ നമുക്ക് പുറകിലോട്ടാക്കി തന്നു. ട്രാക്ടറുകാരൻ ചേട്ടൻ്റെ നിന്ന് മാറി വന്നപ്പോഴത്തേക്കും അടുത്ത് ഇവിടെ അവിടെ എന്തോ വലിയ ആക്സിഡന്റ് നടന്നേക്കാണ്. അതാണ് പ്രശ്നം പറ്റിയത്. നമുക്ക് തിരിച്ചും പോകാൻ പറ്റൂല, ഫുൾ ബ്ലോക്കായി ഗൈസ്. ഞങ്ങൾ കംപ്ലീറ്റ്ലി ബ്ലോക്കാണ്. നിനക്ക് കുറച്ചുകൂടെ കരിമ്പ് വേണോ? ഇവിടെ നിന്ന് എങ്ങനെ എടുക്കാൻ പറ്റുമോ നോക്കിട്ട് വരട്ടെ. ഈ വണ്ടി ഒന്ന് സൈഡാക്കി തന്നാൽ പ്രശ്നം ഒന്ന് ക്ലിയർ ആവും. ലോറിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങോട്ട് എടുപ്പിച്ച് ഗൈസ്. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ വണ്ടിയും ആ വണ്ടിയും കൊണ്ടുപോവാം എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തൊക്കെ ചെയ്യണം നമ്മളൊന്ന് തിപ്പൂരം ഒന്ന് ബഞ്ചി ജമ്പ് ചെയ്യണം. ഈ വണ്ടി മാറിക്കഴിഞ്ഞാൽ കണ്ട ഫുൾ ഓപ്പൺ റോഡാണ്. പിന്നെ ബാ അണ്ണൻ ഗ്യാപ്പ് തരും, അപ്പം ഓടിച്ചാൽ മതി. ഇല്ല അണ്ണം ഒതുക്കി തരും. ഈ വണ്ടിക്ക് നമ്മൾ വഴി ഉണ്ടാക്കി കൊടുത്തു കേസ്. ആ വണ്ടിക്ക് നമ്മളെ സമ്മതിക്കണ്ടേ, മലയാളി പൊളിയാണ്. അയ്യോ എന്നെ ഇട്ടിട്ട് പോലെ ഞാനും ഉണ്ടടി വണ്ടിയിൽ. പോക്കോ കേസ്, ഒരു രക്ഷയില്ല. എന്നെ കയറ്റണില്ലേ ഇപ്പൊ വണ്ടിയിൽ? ഞാനും ഉണ്ടടാ. ഉണ്ടോ കേസ്? വലിയ ട്രാക്ടറുകളിൽ ഇത് എന്തിനാണ് ഇവർ? അയ്യോ മുട്ട ലോഡ് കേട്ടാ. ഞാനും ഉണ്ടടി. സാധാർമിണി എന്നെ കൂടെ കൊണ്ടുപോടി, കരിമ്പ് തരാടി. ഇവർക്ക് നമ്മൾ വഴി ഉണ്ടാക്കി കൊടുത്തു കേസ്. താങ്ക് യു ഒന്നും പറഞ്ഞില്ല, അതിന് കുഴപ്പമില്ല. എന്നെ കളഞ്ഞിട്ട് പോണ. ഓക്കെ വഴി ഉണ്ടാക്കി ഇനി പൊക്കോ. അത് അണ്ണനെ അവിടെ നിന്ന് റിവേഴ്സ് പോകാനുള്ള പ്ലാനിലാണ്. നമ്മളിപ്പം ഓപ്പോസിറ്റ് സൈഡിൽ കയറി പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പുറത്തെ സൈഡിലെ ബ്ലോക്ക് നോക്കണേ നിങ്ങൾ, എത്ര കിലോമീറ്റർ ആണെന്ന് ഗൈസ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു ആക്സിഡന്റ് നടന്നു. അപ്പോൾ ആ ആക്സിഡന്റ് നടന്നത് കാരണം ഒരു വണ്ടിയും അങ്ങോട്ട് കടത്തി വിടണില്ല. അപ്പോൾ ഒരു ആൾ വന്നിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഏതോ വലിയ അധികാരികൾ വരാതെ ഇതിനി കടത്തി വിടാനും പോകണില്ല. അപ്പോൾ നമ്മൾ മാക്സിമം പറ്റുമെങ്കിൽ തിരിഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോകാനായിട്ട് അങ്ങനെ ഇപ്പുറത്ത് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്ത് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ എത്തി നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എപ്പോൾ അങ്ങോട്ട് പോവാം എന്നുള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. നോക്കട്ടെ. കണ്ട ഗൈസ്, ഇതാണ് നമുക്ക് കരിമ്പ് വന്ന സർദാർജി ചേട്ടൻ്റെ വണ്ടി. ഈ വണ്ടിയിൽ നിന്നാണ് നമ്മൾ കരിമ്പ് പറക്കി എടുത്തത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇത് ട്രാഫിക് മൂവ് ആവാത്തതുകൊണ്ട്
നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വന്നേക്കാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ട്രാഫിക് ബ്ലോക്ക് കുറച്ചധികം നേരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പക്ഷെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലോക്ക് അല്ലേ? അതും എവിടെയടി? ഉത്തർപ്രദേശിൽ വന്നിട്ട്. ഗൈസ്, ഞാൻ ആ സമയം കൊണ്ട് ഈ കരിമ്പൊക്കെ തിന്നു എടുത്തു. എന്റെ പറന്ന് നോക്കിയാണ് 30 കരിമ്പ്. നീ എന്താണ് കാണിക്കണത്? ഓ, ബ്ലോക്ക് മാറി, കുറച്ച് മാറി. വണ്ടി ഇറങ്ങുന്നുണ്ട്. നോക്കണേ, എത്ര നേരത്തെ ബ്ലോക്ക് ആയെന്നറിയാവൂടാ. 8:05 എങ്ങാണ്ട് എത്താണ്ട് നമ്മളാണ് ഇപ്പൊ 8:35 കാണിക്കണത്. വെൽക്കം ടു നോർമൽ ഡ്രൈവിംഗ്. ഗൈസ്, ഇനി ഋഷികേഷ് എത്താൻ 1.5 മണിക്കൂറുണ്ട്. 1 മണിക്കൂർ 26 മിനിറ്റ്, 71 കിലോമീറ്ററുള്ള. അപ്പോൾ ഇന്ന് നമുക്ക് ഋഷികേഷിൽ സ്റ്റേ ചെയ്യാം. ആദ്യം എനിക്ക് ഹരിദ്വാറിൽ സ്റ്റേ ചെയ്യണോ അതോ ഋഷികേഷിൽ സ്റ്റേ ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി 1.5 മണിക്കൂറുടെ അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു 8:51 ആകുമ്പോൾ എത്തും. അപ്പോൾ ഇപ്പോഴേ ഞാൻ ഒരു റൂം ബുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് സെറ്റ് ആയിരിക്കും. എന്തായാലും ഇനി വളരെ കുറച്ച് നേരമുള്ളൂ. എനിക്ക് വണ്ടി തരുന്നില്ല ഗൈസ്. ഇപ്പോൾ അങ്ങ് ഋഷികേഷ് ഡ്രൈവ് സോളോ അടിച്ചല്ലേ നീ? ഓ, എനിക്ക് വയ്യ ഗൈസ്. അവള് ഡൽഹിയില് പെട്രോൾ പമ്പ് വരെ ഞാൻ ഓടിച്ചു. അതിനുശേഷം ഋഷികേശ് വരെയും വർഷമാണ് ഓടിക്കുന്നത്. സോ പ്രൗഡ് ഓഫ് യു. അവളിരുന്ന് ഓടിക്കുന്നതുകൊണ്ട് എനിക്ക് സമാനമായിട്ട് ബ്ലോഗും ചെയ്യാം, എനിക്ക് ടിക്കറ്റും ബുക്ക് ചെയ്യാം, എനിക്ക് നാളത്തേക്കും ഒക്കെ ഉള്ള കാര്യങ്ങൾ പ്ലാനും ചെയ്യാം. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇനി റൂം എടുത്തിട്ട് നേരെ പോവാം ഋഷികേശിലേക്ക്. എന്റെ പൊന്ന് ഗൈസ്, ഇത് എത്രാമത്തെ ടോളാണെന്ന് അറിയാവോ ഇന്ന് നമ്മൾ കയറണത്? ദ വിലന ലക്ഷൂറിയസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ ഗൈസ്. അത് ഋഷികേശില് റെയിൽവേ സ്റ്റേഷന്റെ കുറച്ച് അടുത്തായിട്ട് ഒരെണ്ണം നോക്കി നമ്മളിപ്പോൾ ബുക്ക് ചെയ്ത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് എടുക്കാൻ കാരണം ബാക്കി അവിടെ ഉള്ള ഒന്നിലും പാർക്കിംഗ് നമ്മൾ കണ്ടില്ല. കാരണം നമ്മൾ റെന്റിനെടുത്ത വണ്ടിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഒന്നാമതേ അവർ കഴുത്തറുത്ത് വെച്ചേക്കാണ്. ഇനി ഇതിൽ എന്തെങ്കിലും തേപ്പ വല്ലതും വരെയാണെങ്കിൽ അവന്മാർ ഇതിൻ്റെ അപ്പുറം ഇറക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് സേഫായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനുള്ള ഒരു ഹോട്ടൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വെറും 50 മിനിറ്റ് മാത്രം ബാക്കി. അതായത് പക്ഷേ കോവളം പോണ ദൂരം നമ്മളെ വീട്ടിൽ നിന്ന് അത്രയും കൂടെ ആകുമ്പം ഋഷികേശ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഓ ഓ ഓക്കെ, എനിക്കൊന്നത് 6ാമത്തെ ടോളെങ്ങാണ്ടാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ അടുത്ത ടോളും കൊടുത്ത് മുന്നോട്ട് നീങ്ങട്ടെ. ഹരിദ്വാരത്തെ ഇനി ജസ്റ്റ് 7 കിലോമീറ്റർ ഉള്ളു കേട്ടോ. റോഡിൽ നോക്കിയാണ് നിങ്ങൾ പുകമയം. അയ്യോ ഗൈസ്, വണ്ടി നിർത്താൻ ഒരു ഗ്യാപ്പ് കിട്ടില്ല. പക്ഷെ ഇത് നിങ്ങൾക്ക് കാണിക്കാതെ പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര നഷ്ടമായിരിക്കും ഗൈസ്. ആ കാണുന്നത് ഗംഗയാണ്. എൻ്റെ ഭഗവാനെ, ശിവഭഗവാൻ അവിടെ നിൽക്കണം. ആണ്ട ഗൈസ്, ഇത് നോക്കിയാണ് നിങ്ങൾ. ഇത് ഗൈസ് ഗംഗ റിവറാണിത്. എൻ്റെ പൊന്നേ ഗൈസ്, ഗംഗ. അയ്യോ, എന്തൊരു ഒഴുക്ക് വിടാ. എൻ്റെ ദൈവമേ ഗൈസ്, രാവിലെ ആയിരുന്നു ഇതൊക്കെ എന്ത് രസമായിട്ട് കാണാമായിരുന്നല്ലേ. നമുക്ക് തിരിച്ചു വരണം റൂട്ടിലെങ്കിലും ഇത് പിടിക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. എന്തൊഴുക്ക് വിടാ. ഞാൻ വണ്ടി ഇരുത്തിട്ട് വന്നേക്കണേ. അത് അങ്ങോട്ട് പോവാം ഗൈസ്. അത് നോ പാർക്കിംഗ് ഏരിയ ആയിരുന്നു. കാണിച്ച് തരാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് വിഷമമായി പോകും. അതുകൊണ്ടാണ് ഞാൻ അത് ഓടി വന്നത്. ഓ, ലെഫ്റ്റില്ല കാനുമില്ല അവിടുന്ന് വണ്ടിയക്കാർക്ക്. ഇതാ ഗംഗ. ഓ, നമുക്ക് തിരിച്ച് ഈ റൂട്ട് രാവിലെ വരാൻ നോക്കാം കേട്ടാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിന്ന് ഇറങ്ങി നമുക്കത് കാണാം. ഗംഗയൊക്കെ കണ്ട് നമുക്ക് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങാൻ നോക്കാം. ഇതൊക്കെ അതിന്റെ കൈവരികളായിരിക്കും കേട്ടാ. ചെറുതല്ല കേട്ടാ, ഭയങ്കര വലുതാണ്. അയ്യോ, ഇത് അടുത്ത എന്തോ ഒരു ഘാട്ടാണ് കേട്ടോ, സ്വാമി സർവാനന്ദ് ഘാട്ട്. ഇതൊക്കെ ചെറിയ കൈവരിയാണെന്ന് തോന്നുന്നു. അപ്പുറത്ത് പോയതിന്റെ ഗൈസ്, നമ്മള് ഋഷികേശ് എത്തി. എന്റെ സ്വപ്നത്തിലെ ഋഷികേശ് ഇങ്ങനെയൊന്നും അല്ലടാ. ഒരു മല പോലും നമ്മൾ കണ്ടില്ലല്ലോ. ഋഷികേശിന്റെ സിറ്റി ഏരിയ ആയിരിക്കും അല്ലേ ഗൈസ്? എനിക്ക് ഇനി അങ്ങോട്ട് നമ്മൾ ബഞ്ചി എന്തായാലും ഒരു മലയുടെ മണ്ടേന്നാണ് ചാടുന്നത്. അപ്പൊ ഇത് ഏത് ഗൈസ്? ഞാൻ ഇങ്ങോട്ട് കാർ എടുക്കാൻ കാരണം തന്നെ ഒരുപാട് മലയോര ഏരിയകളിലൂടെ വണ്ടി ഓട്ടിച്ച് കറങ്ങി തിരിഞ്ഞൊക്കെ വരുമെന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു. ഇതിപ്പോ ജിമ്മ്, ആ ബോഡി ടെമ്പിൾ ജിമ്മിൽ ആരാ ഫോൺ വിളിച്ച് എന്നിട്ട് ത്രെഡ്മില്ലിൽ ഓടുന്നു. ഫോൺ കട്ട് ചെയ്തിട്ട് ഓടുവേ. നീ എന്തിനാ കാണിക്കണ? ജോഗിങ്ങിന് പോവാൻ പോടാ. എന്തായാലും നമ്മുടെ സ്വപ്നത്തിലെ ഋഷികേശ് ഇതല്ലടാ.
അല്ല ഇതൊന്നും ഇങ്ങനെ ഇതൊരു ഒരു ജംഗ്ഷൻ. ഇതിപ്പോ നമ്മളവിടെ ഏതോ ജംഗ്ഷൻ എത്തിയ പോലെ തോന്നുന്നു. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളു നമ്മുടെ റൂമിലോട്ട്. അതുകൊണ്ടാണ് ഇപ്പൊ എടുത്ത് കാണിച്ചു തന്നത്. ഹോട്ടൽ ഉപ്പൽ പ്ലാസ. തീട്ട തുപ്പലാവും. അത് ആക്ച്വലി കൊള്ളായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ റൂമിലോട്ട് പോട്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം, വല്ല ഫുഡ് കഴിക്കാം അല്ലേ? നോക്കാം. എന്തായാലും എനിക്ക് തോന്നണേ നമ്മൾ അടുത്ത് പോകാനുള്ളത് കുറെ പോണമായിരിക്കും. എങ്കിലേ മല ഇനി 2 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. അല്ലല്ലേ ബഞ്ചി ചെയ്യാനുള്ള പോണമായിരിക്കും അല്ലേ? നോക്കാം ഗൈസ്. എന്തായാലും ഉപ്പൽ ഓട്ടോ സ്കാനേഴ്സ്. ഉപ്പലിന് കുറെ ബ്രാഞ്ചസ് ഉണ്ടല്ലോ, അതുകൊണ്ട്. ശരിയാണ് ഗൈസ്. ഉപ്പൽ ഇവിടുത്തെ ഏതോ വലിയ ടീമുകളാണെന്ന് തോന്നുന്നു. ഉപ്പൽ ഓട്ടോ സ്കാനേഴ്സ്, ക്രുഷ്ട് ബർഗർ ബാർ. ഇവിടെ എന്തെങ്കിലും കഴിക്കണോടാ? ഇവിടെ അങ്ങ് പോയി റൂമിൽ പോവാ അല്ലേ ആദ്യം? ഓക്കെ, അപ്പം ഞാൻ എടുക്കണ വണ്ടി. ഇനി റൂം വരെ നീ എടുക്കുമെന്നുള്ള ദൃഢമായ തീരുമാനത്തിൽ വർഷം വീണ്ടും വണ്ടി എടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഡെഹ്റാഡൂൺ വഴി വരുമ്പോഴായിരിക്കും ഇനി മലയുള്ളത്. എനിക്കതുകൊണ്ടാ ഗൈസ്, നമ്മൾ ഡെഹ്റാഡൂൺ നമ്മളെ ഈ ഗൂഗിൾ മാപ്പാണ് ഈ വഴി കാണിച്ചത്. പക്ഷെ ഈ വഴി എല്ലാം നല്ല റോഡായിരുന്നു. ഇടയ്ക്ക് വെച്ച് നമുക്ക് I want you here now. God, I am dying now. She is happy now. This song for Soup Boys. We don't have choice. Why this collaborate? റൂമിലേക്ക് ഗൈസ്. ഈ കാണുന്ന ഹോട്ടലിലാണ് നമ്മൾ ഇന്ന് റൂം എടുത്തേക്കണത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം നോക്കി എടുത്ത്. വിലന ബൊറ്റീക്ക് ഹോട്ടൽ. എന്താ മേഡം നോക്കുന്നേ? ബാ ഗൈസ്, ഇത് ആരാണിത് പാർക്ക് ചെയ്ത് നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. ഇപ്പൊ ചുമച്ച ഒരാളാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി അകത്തോട്ട് കയറി റൂമിലോട്ടൊന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് വരാം. നല്ല ചൂടുള്ള ലോബി. ആസ് യൂഷ്വൽ നമ്മുടെ ചടങ്ങായ ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാതിൽ കയറി ലെഫ്റ്റ് സൈഡിലാണ് സുഹൃത്തുക്കളെ നമ്മുടെ ബാത്റൂം വരുന്നത്. വളരെ അധികം ഫാൻസി ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം എല്ലാ എമ്യൂണിറ്റീസും ഉള്ള ഒരു ബാത്റൂമാണ്. ഇവിടെ ഷവറിങ് ഏരിയ വരുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് കുളിക്കാം. ഈ തണുപ്പത്ത് ആരാണ് ഇവിടെ നിന്ന് കുളിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവിടെ നമുക്ക് ബാഗ് വയ്ക്കാനായിട്ടുള്ള ഒരു ഏരിയ. ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് ഒരുവിധം ഹോട്ടലുകളുടെ ഒരു ലേ ഔട്ട് മനസ്സിലായിട്ടില്ലേ? എല്ലായിടത്തും ഒരു ബാത്റൂം. ഇതാണ് നമ്മുടെ വിശാലമായ കാർ പാർക്കിംഗ്. അല്ല, നമ്മുടെ ബെഡ്. ഇതിലിങ്ങനെ വലിയ സോഫ്റ്റുള്ള കട്ടിലല്ല, പക്ഷെ ചാടുന്ന കട്ടിലല്ല സുഹൃത്തുക്കളെ. പക്ഷെ നമ്മൾ തന്നെ ചാടണം. ഇവിടെ നമുക്കൊരു TV തന്നിട്ടുണ്ട്, സാംസുങ്ങിൻ്റെ. ഇവിടെ നമുക്ക് കോഫിയൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കി കുടിക്കാനായിട്ടുള്ളൊരു ചെറിയ സ്റ്റേഷൻ. ഇവിടെ ഞങ്ങൾക്ക് 2 പേർക്കും ഇരുന്ന് ഫ്യൂച്ചർ പ്ലാനുകൾ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. മാഡം വർഷ ഇരിക്കുന്നു ഇവിടെ. എനിക്ക് ഉറങ്ങിയാൽ മതിയല്ലേ മാഡം? കഴിക്കണ്ടേ മാഡം? അതിന് മുന്നേ റെസ്റ്റോറന്റ് മെനു ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പറക്കി ഓർഡർ ചെയ്യാം. ഫ്ലേവേഴ്സ് ഓഫ് സൗത്ത്. നോർത്തിൽ വന്നിട്ട് ഒരു കാരണവശാലും ദോശ വാങ്ങി തിന്നരുത്, ഇഡ്ഡലി വാങ്ങി തിന്നരുത്, സൗത്ത് ഇന്ത്യൻ ഫുഡുകൾ ഒന്നും തന്നെ വാങ്ങി തിന്നരുത് എന്നുള്ള വലിയ ഒരു ലെസണാണ് ഞാൻ വർഷയ്ക്ക് ആദ്യം കൊടുത്തത്. അത് കറക്റ്റ് അല്ലേ? നമ്മൾ ഇന്നലെ എവിടെ പോയാലും അങ്ങനെയല്ലേ ചെയ്യണം. ഇന്ന് രാവിലെ റാഡിസൺ ബ്ലൂ എന്നൊരു ദോശ. ഇന്നലെ റാഡിസൺ ബ്ലൂ രാത്രി ഒരു ദോശ. അല്ല, റാഡിസൺ ബ്ലൂ നമ്മൾ കഴിച്ചില്ല. എവിടെന്നോ ഒരു ദോശ കഴിച്ചു. എവിടെന്നോ ഒരു ദോശ കഴിച്ച സുഹൃത്തുക്കളെ. ഒന്നും പറയണ്ട, പേപ്പർ മടക്കി വെച്ചിരുന്ന പോലെ ഉണ്ടായിരുന്നു. എനിക്ക് ഗൈസ് അമ്നീഷ്യ പിടിക്കാൻ കേട്ടാ ഞങ്ങൾക്ക്. കാരണം എത്രയെന്നും പറഞ്ഞു ചുമ്മാ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓട്ടം തന്നെ ഗൈസ്. അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഓർഡർ ചെയ്യുന്നതായിരിക്കും, എന്നിട്ട് വന്ന് കിടന്ന് ഉറങ്ങുന്നതായിരിക്കും. പക്ഷേ ഗൈസ്, നാളെ ഇതെന്താ ഈ സൈഡിൽ കിടത്തിയിരിക്കുന്നത്? നാളെ നമ്മൾ ബഞ്ചി ജമ്പ് ചെയ്യും ഗൈസ്. ബഞ്ചി ജമ്പ് ഓർക്കുമ്പോ എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അത് കേക്ക് എനിക്ക് എക്സൈറ്റ്മെന്റ്. അത് കേക്ക് എനിക്ക് എക്സൈറ്റ്മെന്റ് ആണ്. തളർന്ന ഇന്ന് എനിക്ക് നല്ലപോലെ ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട് രാവിലെ. പക്ഷേ ഗൈസ്, ഇവിടെ മലയൊന്നുമില്ല. നമ്മൾ ഈ ജനല് ഇത് മാറ്റി നോക്കിയാലേ ഇവിടെ മലയൊന്നുമില്ല. നമ്മൾ വീണ്ടും പറ്റിക്കപ്പെട്ടോണ്ടിരിക്കണത് എനിക്ക് നല്ല സംശയം. സത്യം ഗൈസ്, മലയില്ല. അപ്പൊ നമ്മൾ എവിടെ നിന്ന് ചാടും? എനിക്ക് തോന്നുന്നു നാളെ നമ്മൾ മല കയറും ഗൈസ്. മല കയറിയിട്ടായിരിക്കും നമ്മള്. ഇപ്പൊ ടൈം നോക്കണം നമുക്ക്. അതെ, ഇനി വേണം ഇരുന്നിട്ട് ബുക്ക് ചെയ്യാം. 2 സ്പോട്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ OG എന്ന് പറഞ്ഞ ഒരെണ്ണവും പിന്നെ ഹിമാലയൻ എന്ന് പറഞ്ഞ ഒരെണ്ണവും. അപ്പോൾ ഇവിടെ 2 ഇടത്തും ഉണ്ട്. അല്ല, OG സുനിൽ ഇതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇത് OG ബഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം.
ഹിമാലയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പക്ഷെ അവർക്ക് എന്തോ പ്രീ ബുക്കിംഗ് എന്തോ വേണമെന്നങ്ങാണ്ട് പറഞ്ഞു. പക്ഷെ നമുക്ക് പ്രീ ബുക്കിംഗ് ഇല്ല. നോക്കാം എന്തായാലും. ഇന്നിപ്പോൾ വ്ളോഗ് നിർത്തിയിട്ട് എന്തെങ്കിലും തിന്നിട്ട് ഇതൊക്കെ ആയിട്ട് നോക്കുന്നതായിരിക്കും ഗൈസ് പ്ലാൻ. അപ്പോൾ അതാണ് സുഹൃത്തുക്കളെ, നാളെ ഈ വർഷം 2026 തുടക്കം നമ്മളൊരു വലിയ അഡ്വഞ്ചറോട് കൂടിയാണ് തുടങ്ങാൻ പോണത്. എന്റെ വലിയ കാലത്ത് ഒരു ആഗ്രഹവും നാളെ നടക്കും അല്ലേ? നിന്റെ മുഖത്ത് അല്പം പോലും പേടി ഞാൻ കാണുന്നില്ല കേട്ടോ. എക്സൈറ്റ്മെന്റ് കൊണ്ട് മൂടി ഇല്ലല്ലേ? ആണല്ലേ? വിചിത്രമായ ഒരു പൊണ്ടാട്ടിയാണ് സുഹൃത്തുക്കളെ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഹൈഫൈ. ഓഹോ വയ്യാവക്ക്. പക്ഷെ വണ്ടി ഓട്ടിച്ചടാ നീ, അതിന്റെ ആ കാര്യത്തിൽ ഞാൻ പ്രൗഡാണ്. എനിക്ക് തോന്നുന്നു 250 കിലോമീറ്റർ അടുപ്പിച്ചുണ്ടായിരുന്നു അല്ലേ? 260 270 അങ്ങാണ്ടുണ്ടായിരുന്നു ബ്ലോക്ക്. അയ്യോ ഞാൻ മറ്റേ ഷുഗർ കെയിൻ വലിച്ചൂരി. അത് സൂപ്പർ സാധനം, നല്ല ഡ്രൈവായിരുന്നു ഗൈസ്. പക്ഷെ നമുക്കൊന്നും കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. നിങ്ങൾക്ക് കാണിച്ചു തരാനോ അധികം പറ്റിയില്ല. കാരണം മൊത്തം സ്മോഗ് എന്തിനാണെങ്കിലും അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നാളെയാണ് സുഹൃത്തുക്കളെ ആ സുധീരം. നാളെ നിങ്ങളും ഞങ്ങളും എല്ലാവരും ഒന്നിച്ച് ബഞ്ചി ചെയ്യാം. ബൈ ബൈ.